നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ചേരി തിരിഞ്ഞ് അടിക്കുന്നുണ്ട്. അപ്പനും മകനും ഒരു ടീം, അമ്മയും മകളും വേറെ ടീം തിരിഞ്ഞ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. സ്നേഹിക്കാൻ വേണ്ടിയൊന്നുമല്ല, സ്നേഹത്തിൽ വളരാൻ വേണ്ടിയിട്ടൊന്നുമല്ല, പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഈ പോരാട്ടം നടക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാതെ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്, മക്കളെ നമുക്ക് അമ്മയെക്കാളും കൂടുതൽ പ്രാർത്ഥിക്കാം. അതിന് വേണ്ടിയിട്ടൊന്നുമല്ല. ഭിന്നത, തല്ലുകൂടാൻ, അസ്വസ്ഥത ഉണ്ടാക്കാൻ മക്കളെ നമ്മൾ ശരിക്കും വെച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ കുടുംബങ്ങളില് സഭയിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭിന്നതയുടെ അരൂപി ബന്ധിക്കപ്പെടണം. ഭിന്നിച്ചുകൊണ്ടിരിക്കുക അപ്പനും മക്കളെ നമ്മൾ മുഖത്തോട് മുഖം നോക്കിയ കീരിയും പാമ്പും പോലെ എപ്പോഴും അടിയാം. ദാമ്പത്യ ജീവിതങ്ങളിൽ പരസ്പരം ഭിന്നത പിശാച് വളരെ കൃത്യമായിട്ട് സാത്താന്റെ കെണിയായിട്ട് മാറിയിരിക്കുക. എങ്ങനെയെങ്കിലും ഒരുമിച്ച് സ്വസ്ഥതയോടെ സമാധാനത്തിൽ പൊക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ എങ്ങനെ ഭിന്നിക്കാം, എങ്ങനെ അസ്വസ്ഥപ്പെടുത്താമെന്ന് പിശാച് കണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക മാത്രമല്ല, ഈ വിഷയത്തിന് വേണ്ടി അതിശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാ ദിവസത്തെ നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ എടുക്കേണ്ട ഒരു നിലപാടും എടുക്കേണ്ട ഒരു മേഖലയുമാണ്, വിഷയമാണ്. എന്റെ കർത്താവേ, എന്റെ കുടുംബത്തിൽ ഐക്യമുണ്ടാകാൻ, കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യമുണ്ടാകാൻ, ഐക്യമില്ലെങ്കിൽ ആ കുടുംബത്തിൽ ഒരിക്കലും സമാധാനം ഉണ്ടാകില്ല, സ്വസ്ഥത ഉണ്ടാകില്ല.